ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 6:15 ആകുമ്പോൾ എഴുന്നേറ്റു. അരിയുടെ വെള്ളം ചായ വെച്ച് കുടിച്ചു കേട്ടോ. അതിന് ശേഷം അരിയുടെ വെള്ളമൊക്കെ വെച്ചു. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണം ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ എളുപ്പമാകുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇന്ന് സാമ്പാറും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഉച്ചത്തെ വിഭവം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് നേരെ ആക്കണം. അതിനിടയിൽ ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോണ കണ്ടില്ലേ, അത് സോപ്പ് വെള്ളത്തിലിടാനാണ് കേട്ടോ. പിന്നെ ഏട്ടനും മോനും ഇന്ന് പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വീട്ടിൽ തന്നെ ഉള്ള ദിവസമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് സാമ്പാർ വയ്ക്കണത്. ഏട്ടനും മോനും ഉള്ള ദിവസമാണ് ഇവിടെ കൂടുതലും സാമ്പാർ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും മോളൊക്കെ എണീറ്റ് വന്നു കേട്ടോ. അവളിതാ ക്യാമറയൊക്കെ ശരിയാക്കി വെച്ച് തരികയാണ് കേട്ടോ, കാരണം ഞാൻ വെച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾ വന്ന് അതൊക്കെ ഒന്ന് ശരിയാക്കി സെറ്റ് ചെയ്ത് തന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇന്ന് പണികളൊക്കെ നേരത്തെ ഒരുക്കിയിട്ട് ഞങ്ങൾക്ക് ടൗണിലേക്കൊന്ന് പോകണം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, വേറൊന്നുമല്ല. എൻ്റെ അടുക്കളത്തോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ കുഞ്ഞ് അടുക്കളത്തോട്ടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ച് ജൈവവളവും ചകിരിച്ചോറും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോണത്. അപ്പോൾ വേഗം പണികളൊക്കെ ഒരുക്കി ഉച്ചയ്ക്ക് മുന്നേ പോയി വരണച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് കുറുവരിയാണേ. അപ്പോൾ ഞാൻ തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ രാവിലെ ഇറക്കി വെച്ചാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപേ വാർത്ത് വയ്ക്കുമല്ലോ കേട്ടോ. അങ്ങനെയാണ് എന്നും വെക്കാറ്. പിന്നെ സാമ്പാർ കഷ്ണമൊക്കെ കുക്കറിൽ വെച്ചിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. പിന്നെ ഞാൻ രാവിലത്തെ കഴിക്കാൻ നോക്കുകയാണേ. പിന്നെ ദോശയാണ് ഇന്ന്, നല്ല അധിക ദിവസം ഇവിടെ ദോശ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ദോശയാണ് കൂടുതലിഷ്ടം. പിന്നെ എനിക്ക് ചൂടോടെ കഴിക്കുന്നതിനോടൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. ഒന്നും ഞാൻ ചൂടോടെ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ എന്താ സാമ്പാറും ചട്നിയും ചമ്മന്തിയും ഒക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. ഏട്ടൻ സാമ്പാർ കഴിക്കില്ല, സാമ്പാർ ചോറിന് മാത്രമേ കഴിക്കുള്ളൂ, പലഹാരത്തിനൊന്നും സാമ്പാർ കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ചട്നിയും ചമ്മന്തിയൊക്കെ എന്തായാലും അരയ്ക്കും. ഞാനും മോള് മാത്രമാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ അരയ്ക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവരൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞതിന് ശേഷമൊക്കെ ആണെങ്കിൽ ഞാൻ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കും കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കണ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലത്തെയാണ് കേട്ടോ. എനിക്ക് ഉച്ചയ്ക്കൊന്നും ഞാൻ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ കഴിക്കാറുള്ളൂ. രാവിലത്തെ ഭക്ഷണം ചിലപ്പോൾ ഞാൻ ടി വിയൊക്കെ വെച്ച് പഴയ സിനിമകൾ വല്ലതുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അലക്കലും അടിക്കലും തുടക്കലൊക്കെ ചെയ്യുക. പിന്നെ ഇന്നിപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു, കാരണം നമ്മൾ പറഞ്ഞല്ലോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏട്ടനുള്ള ദിവസമാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ പോവുക, കാരണം അപ്പോഴല്ലേ വണ്ടി ഉണ്ടാവുള്ളൂ. വണ്ടി അല്ലെങ്കിലും ഉണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് ഓടിക്കാനൊന്നും അറിയില്ല, എനിക്ക് പേടിയാട്ടോ. അതുകൊണ്ട് ഞാൻ പഠിക്കാനും മെനക്കെടാറില്ല. അപ്പം മോളിതാ പുറപ്പെട്ടപ്പോൾ വീഡിയോ ഓണാക്കി കണ്ടപ്പോൾ അവളാ പിന്നാക്കം പോയതാണ് കേട്ടോ. പിന്നെ ഇതാ മുടിയൊക്കെ ചീകി കെട്ടുകയാണ് കേട്ടോ. പിന്നെ അത്രയ്ക്ക് മാത്രമൊന്നും കെട്ടാൻ മാത്രം ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതൊക്കെ പെട്ടെന്ന് കഴിയേ. ഇപ്പം സമയം 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളൊരു 11 മണിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞങ്ങളുടെ റിലേറ്റീവ് വന്നു കേട്ടോ. പിന്നെ അവർ വന്ന് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അവർ പോയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പുറപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത്ര സമയം വൈകിയത്. അപ്പം നാളെ ഏട്ടനും മോനൊക്കെ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നാളെ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയായാലും വേണ്ടില്ല, ഇന്ന് തന്നെ പോയി വാങ്ങിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിതാ പുറപ്പെട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ വാതിൽ പൂട്ടാൻ നല്ല പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഗുസ്തിയൊക്കെ കഴിഞ്ഞ് വാതിലൊക്കെ പൂട്ടിയതാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഏട്ടൻ അതാ വണ്ടി എടുക്കാൻ പോയി. പിന്നെ ഞങ്ങൾ തിരുവല്ലാമലയ്ക്കാണ് പോണത് കേട്ടോ. ഞങ്ങൾ ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ തിരുവല്ലാമലയ്ക്കാണ് പോവുക. അപ്പോൾ അങ്ങനെ പോയി വന്ന് പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റ് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അടുത്ത ഡ്യൂട്ടിയിലേക്ക് കടന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇത് ഗ്രോ ബാഗാണ് കേട്ടോ. ഞാൻ മീഷോന്ന് വാങ്ങിയ ഗ്രോ ബാഗാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം ഞാനൊരു 10 വാങ്ങിയിരുന്നു. അതിലാണ് കേട്ടോ ഞാൻ മുളകും തൈയും തക്കാളി തൈയും വെണ്ടയ്ക്ക തൈയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഗ്രോ ബാഗിന് ഇപ്പോഴും ഒരു കേടുമില്ല കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഒരു 10 കൂടി ഓർഡർ ചെയ്തു, കാരണം കുറച്ച് തക്കാളി തൈ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണേ. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് കരിയിലയാണ് കേട്ടോ നിറച്ച് കൊടുക്കുന്നത്. കുറച്ചല്ല, ഒരു 3/4 ഭാഗത്തോളം ഞാൻ അതിൽ കരിയില നിറച്ച് കൊടുക്കും. 3/4 ഭാഗം കരിയില നിറച്ച് കൊടുത്തതിന് ശേഷം മണ്ണെടുക്കുക കേട്ടോ. പിന്നെ ഈ മണ്ണ് അതിൽ ചകിരിച്ചോറും പിന്നെ നമ്മൾ ജൈവവളവും മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ കരിയിലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അത് മണ്ണ് ഇട്ടു, പിന്നെ അതിലേക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് ഞാൻ ഒരു ഗ്രോ ബാഗിലേക്കുള്ളത് മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ അത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് തന്നെ ജൈവവളം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വളവും ചകിരിച്ചോറൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ
കൃഷി ചെയ്യണത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സാധാ എന്തെങ്കിലും നടും, വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്രാവശ്യമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ട് ചെയ്യണത്. പിന്നെ അതൊക്കെ മിക്സ് ചെയ്ത് ആ മണ്ണ് നമ്മുടെ ഈ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ. ഒരുപാട് ഫില്ല് ചെയ്യണില്ല, കാരണം നമുക്ക് ഇനിയും അതിൽ വളവും മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 ഭാഗം ഇലയുടെ മുകളിലേക്ക് നമ്മൾ ഈ മണ്ണും ചകിരിച്ചോറും വളവും കൂടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലയൊക്കെ ഒന്ന് താഴുമല്ലോ, അപ്പോൾ ഇനി അതിൽ സ്പേസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ തക്കാളി തൈ നട്ട് കൊടുക്കുകയാണ്. ഒരു ഗ്രോ ബാഗിൽ 2 തക്കാളി തൈ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നടണത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന തക്കാളിയുടെ വിത്തെടുത്ത് മുളപ്പിച്ച തൈയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് തൈകൾ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല കുറച്ച് തൈകൾ മാത്രം ഞാൻ ഗ്രോ ബാഗിലേക്ക് നടുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഇതാ ഗ്രോ ബാഗിലേക്കുള്ള നടലൊക്കെ കഴിഞ്ഞു. ഇനി ഇതിന് ഞാൻ കുറച്ച് കരിയില അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ, വെയിലല്ലേ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കും, എപ്പോഴും ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ നടലൊക്കെ കഴിഞ്ഞു, ഇന്നത്തെ നടിയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ ഞാൻ 5 ഗ്രോ ബാഗും ഞാൻ ഇതേപോലെ മണ്ണും വളവും ചകിരിച്ചോറൊക്കെ ഇട്ട് ഞാൻ എല്ലാ തൈകളും നട്ടെടുക്കുകയാണ് കേട്ടോ. ചില ഗ്രോ ബാഗിൽ ഒരു തൈ വെച്ചിട്ടാണ് കേട്ടോ നട്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കൃഷിയുടെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 ഗ്രോ ബാഗും നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ നനച്ചും കൂടെ കൊടുക്കുകയാണ്. വൈകുന്നേരം എല്ലാ ദിവസവും ഞാൻ നനയ്ക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.